അവിടെ പോരെ 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 പോരെ. സൂപ്പർ. ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ഇടയിൽ ഒരു സ്ത്രീ വിരോധം ഉണ്ടാക്കുന്ന ഒരു കഥ പോലെ തോന്നിയത് എൻ്റെ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു അഭിപ്രായമാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നല്ല പടമായിരുന്നു. എടുത്തു പറയാൻ സുരേഷ് ഗോപിയും പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സ്ത്രീപക്ഷ സിനിമ എന്നൊക്കെ അവകാശപ്പെടാമെങ്കിലും അത്രത്തോളം ഒന്നും ആയിട്ട് പ്രചോദനമാണിത്, പറയാതിരിക്കാം. കോടതിയുടെ അച്ഛൻ്റെ രോദനം വളരെ വലിയ രോദനം തന്നെയാണ്, പറയാതിരിക്കാം. നല്ല ഫിലിം, വളരെ നല്ല ഫിലിം. അത് വെച്ച് അത് പുറത്തിറക്കിയത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇറക്കിയതും നമുക്ക് സ്ത്രീകൾക്ക് അത് കാണാൻ പറ്റിയതും വളരെ നല്ലത്. കുഴപ്പമില്ല. എടുത്തു പറയേണ്ടതായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യൊന്നുമില്ല. കുറച്ച് ക്ലീഷ്യസ് ഉണ്ട്, ആവശ്യമില്ലാത്ത കുറച്ച് ഫൈറ്റ് സീൻസ് ഉള്ള പോലെ തോന്നി. വേറെ വിവാദങ്ങൾ ഇടയ്ക്ക് റോബിൻ ബെസിൻ്റെതൊക്കെ ജസ്റ്റ് കട്ടൗട്ട്സ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വേറെ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ഒരു ആവറേജ്. എടുത്തു പറയാനൊന്നുമില്ല. ഇതൊരു രാഷ്ട്രീയ ചിത്രമാണ്, വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയാണ്. ഒരു മന്ത്രി, ഒരു എം പി, ഒരു നായകൻ, ഒരു സിനിമാ നടൻ, ഇത് മൂന്നും കൂടെ ക്ലബ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയുടെ അഭിനയവും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകൾ അത് പലപ്പോഴും പൊളിറ്റിക്സ് ആയിട്ട് മാറി അതൊരു ചായ്വിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. പ്രതീക്ഷിച്ചതിൻ്റെ അത്ര പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു പരിധി വരെ ശരിയാണ്. കാരണം അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ജാനകി വേസ് ഇതിപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ചിത്രമായി വരികയും ജാനകി വയ്ക്കുകയും, അപ്പോൾ അതിനെതിരെ ഇങ്ങനെ ഒരു സിനിമയുടെ പേര് വന്നപ്പോൾ ജാനകി എന്നുള്ള സിനിമ വന്ന് സെൻസർ ബോർഡ് നിഷേധിക്കുകയൊക്കെ ചെയ്തപ്പോൾ വിചാരിച്ചു അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടന്നിരുന്നുള്ളതാണ്. പക്ഷെ അതൊന്നും അല്ല, ഇത് ഒരു പൊളിറ്റിക്സ് തന്നെയായിരുന്നു ഇതിനകത്ത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപി സാറിൻ്റെ ഒരു നല്ലൊരു സിനിമ കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. അത് പക്ഷെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തായിരുന്നു. സർക്കാരിന് എതിരെ ഉള്ള ഒരു സിനിമയായിട്ട് തോന്നിയില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ എന്ത് സ്ത്രീകൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കാനായിട്ട് ഇവിടുത്തെ ഒരു നല്ലൊരു സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലും പിങ്ക് പെട്രോളിങ് പോലുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ കോർട്ടുകൾ, ഇപ്പോൾ ഒരു കോർട്ടിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും സ്ത്രീകൾ പറയുന്നതാണ് അവർ മുഖവിലേക്ക് എടുക്കുന്നത്. അപ്പോൾ സർക്കാരിന് എതിരായിട്ടുള്ള ഒരു സിനിമയായിട്ട് കാണാൻ പറ്റില്ല. കാരണം കേരളം പോലുള്ള ഒരു രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിൽ പലർക്കും പല പൊളിറ്റിക്സ് ആണല്ലോ. ആദ്യത്തെ ഭാഗം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ഭാഗം ആദ്യത്തേൻ്റെ ഉള്ള ആ എഫക്റ്റ് രണ്ടാമത്തേതിൽ ഇന്റർവെല്ലിന് ശേഷം ഇല്ലാന്ന് തോന്നണല്ല, ഇല്ലാന്ന് ഇല്ല. എല്ലാവരും നല്ല നല്ല അഭിനയമാണ്. നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു. സുരേഷ് നല്ല ഉഗ്രൻ അഭിനയമാണ്. ഫാമിലിക്ക് കാണാം, കുഴപ്പമില്ല. ഇത്രയും ഈ പേരിന്റെ പേരിൽ എന്തിനാണ് ഇത്രയും വിവാദം ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അതാണ് അങ്ങനെ വിവാദം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പറയാനായിട്ട് നല്ല പടം. കുറേ നാളിന് ശേഷം നമ്മൾ നല്ലൊരു പടം കണ്ട സംതൃപ്തിയോടെയാണ് പുറത്തിറങ്ങി വരുന്നത്. ഇന്ന് കണ്ടില്ല, സുരേഷ് ഗോപിയുടെ അഭിനയം നന്നായിട്ടുണ്ട്. കുറേ നാളിന് ശേഷം നല്ലൊരു പടം കണ്ട് ഒരു സന്തോഷമുണ്ട്. വക്കീൽ വേഷത്തിൽ കൂടുതലും പോലീസ് വേഷത്തിലല്ലേ കണ്ടിട്ടുള്ളത്. എന്നാലും